കാസർകോട്ടെ വാർത്തയിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. 2 മക്കളുടെ അമ്മയാണ് ജസീല. അയൽപ്പക്കത്തെ വീട്ടിലെ കല്യാണത്തിന് ഒരു മാല മോഷണം പോയപ്പോൾ ഭർത്താവും ഭർത്തൃവീട്ടുകാരും ഉൾപ്പെടെ അവളെ കള്ളി എന്ന് വിളിച്ചു. ചെയ്യാത്ത തെറ്റ് പഴി കേൾക്കേണ്ടി വന്നപ്പോൾ അവൾ തളർന്നു. അവസാനമായി മരണത്തിനപ്പുറമെങ്കിലും നീതി കിട്ടുമെന്ന പ്രതീക്ഷയിൽ അവൾ ആരോടെന്നല്ലാതെ ചില കാര്യങ്ങൾ പറഞ്ഞു. ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ കുറെ ശിക്ഷ വയ്ക്കുന്നുണ്ട്. എൻ്റെ ഫ്രണ്ടിന്റെ ഉമ്മാന്റെ ഗോൾഡ് മിസ്സായിന് ഞാൻ എടുത്തെന്നാ പറയുന്നത്. ഞാൻ എടുത്തിട്ട് പോലും കറിയത്ത് പോലും അങ്ങനത്തെ ഒരു സ്വർണ്ണം ഉള്ളത് പോലും എൻ്റെ പേരിൽ എന്തൊക്കെയോ ഞാൻ ഏതൊക്കെ ചെക്കന്മാരൊക്കെ എന്നെ സത്യം ആരും വിശ്വസിക്കുന്നില്ല. ഞാൻ റിട്ടേൺ കംപ്ലൈന്റ് എടുക്കാന്ന് വിചാരിച്ചാൽ അതൊരു പോലീസ് സ്റ്റേഷനിലത്തെ ആൾക്കാർ അതിന് സമ്മതിക്കണമില്ല. അവര് നിന്റെ ഭാഗത്ത് തന്നെ പോയിട്ടെന്ന് പറഞ്ഞിട്ട് എന്നെ റിട്ടേൺ കംപ്ലൈന്റ് എടുക്കാൻ വരെ സമ്മതിക്കണില്ല. എന്റെ മരണത്തിന് ഉത്തരവാദി ഇവരൊക്കെയാ. എന്റെ ഹസ്ബൻഡും ഉണ്ട് അതിന് പങ്കാളിയായിട്ട്. ഹസ്ബൻഡിന്റെ ഉമ്മ. നാട്ടിലാകെ കള്ളി എന്ന് വിളികേട്ട അവളുടെ തലയിൽ കുറ്റം അടിച്ചേൽപ്പിക്കാൻ പോലീസും മെനക്കിട്ടിറങ്ങി. അപമാനം താങ്ങാനാകാതെ ആത്മഹത്യ ചെയ്ത ജസീലയുടെ മരണത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. കാസർഗോഡ് നിന്ന് അരുൺ പാറക്കൽ തയ്യാറാക്കിയ വിശദ റിപ്പോർട്ടിലേക്ക്. ഒരാഴ്ച മുൻപാണ് മാസ്തിക്കുണ്ടിലെ ഭർത്തൃവീട്ടിൽ നിന്ന് കാസർഗോഡ് നാലത്തടുക്കയിലുള്ള ജസീല നാലത്തടുക്കയിലെ സ്വന്തം വീട്ടിലേക്ക് എത്തുന്നത്. തുടർന്ന് വിഷം കഴിച്ച് ആത്മഹത്യക്ക് ശ്രമിക്കുകയായിരുന്നു. കഴിഞ്ഞ 20-ാം തീയതി രാത്രിയോടുകൂടി ജസീലയുടെ മരണം സ്ഥിരീകരിക്കുകയും ചെയ്തു. ഈ വിഷം കഴിച്ച് ആത്മഹത്യക്ക് ശ്രമിക്കുന്നതിന് മുൻപാണ് ജസീല ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ ചിത്രീകരിച്ചിരിക്കുന്നത്. ആ വീഡിയോ ദൃശ്യത്തിൽ പറയുന്നത് ബോവിക്കാനം സ്വദേശിയായ യുവാവും ജസീലയും തമ്മിൽ സുഹൃത്തുക്കളായിരുന്നു. ഈ യുവാവിൻ്റെ കുടുംബവുമായും വീടുമായൊക്കെ ഈ ജസീലയ്ക്ക് അടുത്ത ബന്ധമുണ്ടായിരുന്നു. അങ്ങനെ യുവാവിൻ്റെ ബിസിനസ് ആവശ്യത്തിന് വേണ്ടി 2.5 പവൻ സ്വർണം ജസീല നൽകിയിരുന്നു. ആ 2.5 പവൻ സ്വർണം തിരിച്ചു ചോദിച്ചതിലുള്ള വൈരാഗ്യത്താൽ ആദൂർ പോലീസ് സ്റ്റേഷനിൽ യുവാവിൻ്റെ മാതാവ് ഒരു പരാതി നൽകുന്നു. മാതാവിൻ്റെ 9.5 പവൻ സ്വർണ്ണാഭരണങ്ങൾ ജസീല മോഷ്ടിച്ചെന്നായിരുന്നു ആ പരാതിയിലുള്ളത്. ഇതിനെ തുടർന്ന് ആദൂർ പോലീസ് ജസീലയെ വിളിച്ചു വരുത്തുകയും ചോദ്യം ചെയ്യുകയും ചെയ്തു. ചോദ്യം ചെയ്യലിൽ പരാതിയിൽ കഴമ്പില്ല എന്ന് പോലീസിന് മനസ്സിലായതോടുകൂടി ജസീലയെ അവിടെ നിന്ന് വെറുതെ വിട്ടിരുന്നു. പക്ഷേ യുവാവിൻ്റെ മാതാവ് ബോവിക്കാനത്തും അതുപോലെ തന്നെ മാസ്തിക്കുണ്ടിലുമൊക്കെ ജസീല ആഭരണങ്ങൾ മോഷ്ടിച്ചു എന്ന് വലിയ തോതിൽ പ്രചരിപ്പിച്ചു. ഇത് ജസീലയ്ക്ക് മാനഹാനി ഉണ്ടാക്കി. ഇതിനെ തുടർന്നാണ് ആത്മഹത്യ ചെയ്യുന്നതെന്നാണ് ജസീല പുറത്തുവിട്ട വീഡിയോയിൽ തന്നെ പറയുന്നത്. ഈ യുവാവിനെതിരെയും ഈ യുവാവിൻ്റെ കുടുംബത്തിനെതിരെയുമാണ് കൂടുതലും ആരോപണങ്ങൾ. ഈ വീഡിയോ ദൃശ്യം ചൂണ്ടിക്കാട്ടി ജസീലയുടെ കുടുംബം വിദ്യാനഗർ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതിയും നൽകിയിട്ടുണ്ട്. വിദ്യാനഗർ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. ഈ ആഭരണങ്ങൾ മോഷ്ടിച്ചോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഇനിയും വന്നിട്ടില്ല. പോലീസ് ഇപ്പോൾ അതും പ്രിലിമിനറി എൻക്വയറിക്ക് വെച്ചിരിക്കുകയാണ്. ആ ഒരു അന്വേഷണം നടക്കുന്നതിനിടയിലാണ് ജസീലയുടെ ആത്മഹത്യാ ശ്രമവും പിന്നീട് മരണം സ്ഥിരീകരിക്കുന്നൊരു ഘട്ടമുണ്ടായതൊക്കെ. എന്തായാലും യുവാവിനെ ഇനി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. യുവാവ് ഏതെങ്കിലും രീതിയിൽ, അതായത് ഇതൊരു വ്യാജ പരാതിയാണോ എന്നാണ് പോലീസ് അന്വേഷിക്കുന്നത്. ആ വ്യാജ പരാതിയാണെങ്കിൽ യുവാവിനും കുടുംബത്തിനുമെതിരെ നടപടിയുണ്ടാവും. ഈ വീഡിയോയിൽ പറയുന്നത് പോലെ പോലീസിന് വീഴ്ച പറ്റിയിട്ടില്ല, പ്രാഥമിക അന്വേഷണം മാത്രമാണ് നടത്തിയതെന്നാണ് പോലീസിൻ്റെ ഭാഗം. കുടുംബം എന്തായാലും പരാതിയുമായി മുന്നോട്ട് പോവുകയാണ്. മുഖ്യമന്ത്രിക്കുൾപ്പെടെ പരാതി നൽകുമെന്നാണ് കുടുംബം അറിയിച്ചിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.